മമ്മൂട്ടി ഫാൻസ് ആദ്യം സപ്പോർട്ട് കൊടുക്കും. അവർ കുറച്ച് ഒരു ന്യൂനപക്ഷമായ കുറച്ച് ആൾക്കാർ കാണാൻ ആഗ്രഹമുണ്ട്, അവർ വരും. പക്ഷെ അവരെയും കൂടെ മടുപ്പിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ ഗോവാ വിളിക്കാതെ കരയാതെ അവർ വന്ന് സപ്പോർട്ട് കൊടുത്ത് അവർ തന്നെ റീ റിലീസ് സിനിമകൾ വൻ വരവേൽപ്പ് കിട്ടിയത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ സ്പടികമായാലും മണിച്ചിത്രത്താഴ്, ദേവദൂതൻ എന്നൊക്കെ പറഞ്ഞാൽ ആ റിലീസ് സമയം ഫ്ലോപ്പായ ഒരു സിനിമ. അപ്പം അതിന് ആ ഒരു പാട്ടുകൾ ഇപ്പോഴത്തെ ഒരുപാട് പുതിയ പിള്ളേർ ഈ റീ റിലീസ് സിനിമ നല്ല ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ താല്പര്യപ്പെടുന്നതാണ്. ഇപ്പം മമ്മൂട്ടിയുടെ കുറ്റമല്ല, ഈ ചുമ്മാ ഈ സാമ്രാജ്യത്തിൻ്റെ ടീച്ചർ തന്നെ കാണും. എന്നും മോശമായിട്ടാണ് അവർ അതിനെ മിക്സ് ചെയ്ത് കട്ട് ചെയ്യുന്നത്. എന്നാൽ റീമാസ്റ്റർ എന്ന് പറയുമ്പം കുറേ പേര് പൈസ വളഞ്ഞ വഴി കൂടെ ഉടായ്പ മാർഗത്തിൽ സമ്പാദിക്കാൻ നോക്കുന്നുണ്ട്. അതായത് ചുമ്മാ ഇപ്പോൾ റീമാസ്റ്ററിൻ്റെ സമയമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആ പടത്തിന് എങ്ങനെയെങ്കിലും ചുമ്മാ മിക്സ് ചെയ്ത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. തമിഴ് സിനിമയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. രജനിയൊക്കെ വെറും മോശം റീമാസ്റ്റർ ചെയ്യാറ്, അതേസമയം നല്ല റീമാസ്റ്റർ ചെയ്ത് വരുന്ന സിനിമയാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ തന്നെ നല്ല റീമാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് ആദ്യം സപ്പോർട്ട് കൊടുക്കും. അവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ ഗോവാ വിളിക്കാതെ കരയാതെ അവർ വന്ന് സപ്പോർട്ട് കൊടുത്ത് അവർ തന്നെ ഫ്ലക്സും വെച്ച്. ഇപ്പം മമ്മൂട്ടിയുടെ അല്ലാതെ നോർമൽ സിനിമയായാലും നമ്മൾ നോക്കുമ്പോൾ മമ്മൂട്ടി ഫാൻസ് ഭയങ്കര സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അവർക്ക് എപ്പോഴും അവർ പറയുന്ന മാസ് സിനിമകൾ വേണം, അവർ വെറൈറ്റി പടങ്ങൾ അവർ പറയും. പക്ഷെ എന്നിരുന്നാലും അവരെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കുറവാണ്. ഇപ്പം മോഹൻലാൽ ഫാൻസ് അങ്ങനെയല്ല. മോഹൻലാലിൻ്റെ എങ്ങനെയുള്ള പടമായാലും ഭയങ്കര അവർ ഇനീഷ്യൽ ഡേയ്സിൽ കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കര, അതിപ്പോൾ റീ റിലീസിനായാലും. അപ്പോൾ ഇത് കാണുമ്പോൾ നോർമൽ ഓഡിയൻസിന് ഇപ്പം ചോട്ടാ മുംബൈക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചോട്ടാ മുംബൈ ആദ്യമൊന്നും ഭയങ്കര റീ റിലീസിൽ വലിയൊരു ഇത് വന്നില്ല. പക്ഷെ ഫസ്റ്റ് ഡേ ഇതിൻ്റെ തിയേറ്റർ വീഡിയോ വന്നു റെസ്പോൺസ്. ഈ തിയേറ്ററിനകത്ത് വരുന്ന ആൾക്കാർ ഇതിന് കിടന്ന് ഡാൻസ് കളിക്കണം, വാസ്കോഡ ഗാമിയും തലയൊക്കെ കണ്ടപ്പോൾ നോർമൽ ഓഡിയൻസ് എന്നാൽ നമുക്ക് പോയി ഇതൊന്ന് ഫീൽ ചെയ്യണമല്ലോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വന്നു. അത് ഇപ്പം ഞാൻ പറയാം, ഈ പടമൊക്കെ രാവണപ്രഭു എന്നൊക്കെ ഏഷ്യാനെറ്റ് മൂവീസിൽ മാസം തോറും ഇടുന്ന സിനിമയാണ്. ആ മാസം തോറും ഇടുന്ന സിനിമയ്ക്ക് ഒരു 35 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം അഡ്വാൻസ് സെയിൽസ് റീ റിലീസ് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് ഇപ്പോഴത്തെ കാര്യം പെട്ടെന്ന് കുറേ പടങ്ങളാണ്. ഇപ്പം തൊമ്മനും മക്കളും ആയാലും ഒക്കെ നല്ല രസമുള്ള സിനിമകളുണ്ട്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, വല്യേട്ടൻ ഇവർ ഈ പറഞ്ഞ പോലെ ആ വർഷത്തെ മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിൽ ഒരു നരസിംഹം കണ്ടിട്ട് അതുപോലെ ചെയ്ത രഞ്ജിത്ത് ഷാജി കലേസ് മമ്മൂട്ടി ചെയ്തൊരു പടമാണ്. ആ സമയത്ത് കിടുന്ന ഹിറ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷേ റീ റിലീസിൽ നല്ല ക്വാളിറ്റിയിലാണ് വന്നത്. മാറ്റിനീനെ കിടുന്നതായിട്ട് റീമാസ്റ്റർ ചെയ്ത ഒരു പടമാണ് വല്യേട്ടൻ. കാരണം അവർ ഫസ്റ്റ് അത് യൂട്യൂബിൽ ഇട്ടിട്ടിരുന്ന സിനിമയാണ്, പിന്നീട് തിയേറ്റർ റിലീസ് വന്നത്. പക്ഷേ മമ്മൂട്ടി ഫാൻസിന് സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഞാൻ കണ്ടതാണ് മമ്മൂട്ടിയുടെ പടം റീ റിലീസ്. ഞാൻ ഈ പറയുന്ന പാലേരി മാണിക്യമായാലും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആവനാഴിയൊക്കെ വെറും മോശം റീമാസ്റ്ററിംഗ് ആയിരുന്നു. അത് ഏതോ ലോക്കൽ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ പടങ്ങൾ കുറച്ച് ഒരു ന്യൂനപക്ഷമായ കുറച്ച് ആൾക്കാർ കാണാൻ ആഗ്രഹമുണ്ട്, അവർ വരും. പക്ഷെ അവരെയും കൂടെ മടുപ്പിക്കും ഈ റീമാസ്റ്റർ മോശമായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ അടുത്തൊരു പടം ഇറങ്ങുമ്പോൾ അവർ വരില്ല. അതേസമയം മോഹൻലാലിൻ്റെ സിനിമകൾ ഇവിടെ റീമാസ്റ്റർ ചെയ്ത് മോഹൻലാൽ ഇടപെട്ട് ചെയ്തതെന്നല്ല, പക്ഷെ ആ ചെയ്യുന്ന ടീംസുകൾ നല്ല രീതിക്ക് വൃത്തിക്ക് മെനക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അവർക്കൊരു ക്വാളിറ്റി ആയിട്ട് ഒരു ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും തിയേറ്ററിൽ വരും. അങ്ങനെ റീ റിലീസാണ് 160 രൂപ മുടക്കി വീണ്ടും പഴയ എത്രയോ വർഷമായ പടങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് നമുക്കിവിടെ മണിച്ചിത്രത്താഴ് നമ്മൾ കണ്ടു, സ്പടികം കണ്ടു, ദേവദൂതൻ കണ്ടു, ഈ വർഷം ചോട്ടാ മുംബൈ കണ്ടു, ഇപ്പോൾ ഈ സിനിമ രാവണപ്രഭുവും കാണുന്നു. മോഹൻലാലിന് ഇനിയും വേറെ കുറേ പടങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ വരും. പിന്നെ റിലീസിനും കൂടെ കറക്റ്റ് ആയിരിക്കണം. ഇപ്പം രാവണപ്രഭുവിനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കാന്താര കഴിഞ്ഞാഴ്ച ഇറങ്ങി കിടുതനായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഏരിസിൽ തന്നെ രാവിലെ 7:30, നാളെ 7 മണി, മറ്റന്നാൾ 7 മണിക്ക് ഷോ ഇടാൻ പറ്റുന്നുള്ളൂ. രാത്രിയോ വൈകുന്നേരം ഒന്നും ഇടാൻ പറ്റുന്നില്ല. കാരണം കാന്താരയ്ക്ക് അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു ഗ്യാപ്പ് നോക്കി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും വരികയും ചെയ്യും. കാരണം ഈ ഒരു റീ റിലീസ് ട്രെൻഡ് ഉണ്ട്. അതിനെ ആൾക്കാരെ നശിപ്പിക്കാതെ അതിൽ ഈ പൊന്മുട്ട ഇടുന്ന താറാവായിട്ട് കോഴിയായിട്ട് കണ്ട് മറ്റവരിൽ നിന്ന് പൈസ എങ്ങനെയെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് വലിപ്പിച്ച് വാങ്ങിക്കണമെന്ന് വിചാരിക്കാതെ നല്ല കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ വരും. എന്തായാലും മാറ്റിനിനെ വീണ്ടും അഭിനന്ദിക്കണം. കാരണം അവരുടെ റീമാസ്റ്റർ വർക്കൊക്കെ ഇപ്പോൾ മണിച്ചിത്രത്താഴായാലും ദേവദൂതനൊക്കെ അവർ ചെയ്തതാണ്. ദേവദൂതൻ അവർ ചെയ്തിട്ടാണ് പിന്നെ സിയാദ് കോക്കർ റിലീസ് ചെയ്യുന്നത് വേറെ ഏതോ ടീമിനെ കൊണ്ട്. പക്ഷെ അവരാണ് മാറ്റിനെ ഈ അവസരത്തിൽ ഞാൻ പറയണം, എനിക്ക് അത്രയും അവരുടെ അടുത്ത് അത്രയും ഒരു ഇഷ്ടവും ഇതുമാണ്. കാരണം അവരാണ് ഈ റീമാസ്റ്ററിങ്ങും കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് റീ റിലീസ് വന്നത്. കാരണം അവർ ഫസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ ഒരുപാട് പടങ്ങൾ, വല്യേട്ടൻ, ദേവദൂതൻ. ഈ ദേവദൂതൻ ട്രെൻഡ് ആവാൻ കാരണം മാറ്റിനിയമാണ്. കാരണം അവർ ആദ്യം അപ്ലോഡ് ചെയ്ത് അതിൻ്റെ റീമാസ്റ്റർ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിരുന്നു. കോവിഡ് സമയത്തൊക്കെ റീൽസ് ആയിട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോഴാണ് ആ പ്രൊഡ്യൂസറിന് ഇത് വീണ്ടും റീ റിലീസ് ചെയ്യാൻ തോന്നി ഒരു ഐഡിയ തന്നു.